ഹലോ, എൻ്റെ പേര് ഷാനി. എൻ്റെ വീട് നെയ്യാറ്റിൻകരയാണ്. 2021 കമ്പനി ബോർഡ് LGS റാങ്ക് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി റാങ്ക് 16 ആയിരുന്നു. ഞാൻ ഡിഗ്രി പഠിച്ചത് ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കടയാണ്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ PSC ചെറുതായിട്ടൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ ശരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് PSC സീരിയസ് ആയിട്ട് കാണണമെന്ന് മനസ്സിൽ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വഴിയിട്ടാണ് ഞാൻ ശരിക്കും ടാലൻറ്റ് എന്നുള്ളൊരു ടാലൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഡയറക്റ്റ് പോയി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നോക്കി. അപ്പോൾ ലൈബ്രറി സെറ്റപ്പ് ഉണ്ട്, അല്ലാതെ കമ്പൈൻ സ്റ്റഡി ബാച്ച് ആയിട്ടുണ്ട്, ക്ലാസ് ആയിട്ടുണ്ട്, ഏത് വേണോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പ്രിഫറബിളായിട്ട് തോന്നിയത് അവിടുത്തെ കമ്പൈൻ സ്റ്റഡി ബാച്ചാണ്. കാരണം എനിക്ക് സെൽഫായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമ്പോൾ അങ്ങനെയും, അല്ലാതെ കൂട്ടത്തോടെ ഇരുന്ന് മനസ്സിലാവാത്ത പോർഷൻസ് പഠിക്കാൻ അതും കുറച്ചുകൂടെ സൗകര്യമാണെന്ന് തോന്നി. അങ്ങനെ കമ്പൈൻ സ്റ്റഡി ബാച്ചിലോട്ട് കയറി. പിന്നെ തുടർന്നുള്ള നമ്മുടെ ഈ ടെസ്റ്റ് സീരീസ് ആയാലും ബാക്കി മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പായാലും ഒരുപാട് ആസ് എ റാങ്ക് ഹോൾഡർ എനിക്ക് നല്ലൊരു ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് നേടാനായിട്ട് ടാലൻറ്റും മെൻറ്റേഴ്സും ഒരുപാട് തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ടാലൻറ്റിനടുത്ത്. PSCയിലൊരു റാങ്ക് അല്ലെങ്കിൽ PSCയിലൊരു ഗവൺമെൻറ് ജോലി, ഇതാണ് ഫൈനലി അൾട്ടിമേറ്റ് എല്ലാവരും കാണുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പേഴ്സണലി പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ് +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച എല്ലാവരും തന്നെ പ്രൊഫഷണൽ കോഴ്സൊക്കെ ചൂസ് ചെയ്ത് പോയവരാണ്. പക്ഷേ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദറിന് പോയാലും എല്ലാവർക്കും ഒരു ചോദ്യം, അതായത് ഇപ്പോൾ ഞാൻ PSC ആസ്പിറൻ്റാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ PSC ചെയ്യുവാണെന്ന് പറയുമ്പോഴത്തേക്കും സ്ഥിരമായിട്ടുള്ളൊരു ഡയലോഗാണ്, കുറേ വർഷമായില്ലേ ഇതുവരെ എത്തുന്നില്ലല്ലോ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു ഭയങ്കരമായിട്ട് എന്നെ അത് ശരിക്കും അത് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാരേജ് ഫംഗ്ഷന് പോയാലും കുറേ വർഷമായിട്ട് അവർ ഇത് തന്നെ കാണുന്നു, ഇത് തന്നെ ചോദിക്കുന്നു, അപ്പം അവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും PSC, അത് എനിക്ക് മാത്രമായിരിക്കത്തില്ല, PSC ആസ്പിറൻസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു അനുഭവം തന്നെ ആയിരിക്കും. അത് നമ്മൾ ആ PSC ജേർണിയിൽ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പേഴ്സണലി എനിക്കും കുറച്ച് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, പെർസീവറൻസ്, ഡിറ്റർമിനേഷൻ, ആ ഒരു കൺസിസ്റ്റൻസി, ഇത് 4 ഉണ്ടെങ്കിൽ ഞാനും അക്കാഡമിക്കലി ഒരു അത്ര നല്ല എക്സലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു 4 എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തപ്പോൾ ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, യു ഓൾ ക്യാൻ ഡു ഇറ്റ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി എന്നുള്ളത് ഒരു സ്റ്റെബിലിറ്റിയേക്കാൾ ഉപരി ഒരു റിയാലിറ്റിയാണ്. നമ്മുടെ സോഷ്യൽ പൊസിഷൻ മാറുമെന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ജോലി കിട്ടുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയിരുന്ന സോഷ്യൽ അക്സെപ്റ്റൻസ് ആയിരിക്കത്തില്ല നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മളൊരു ഓഫീസിലോ, ലെറ്റ് ഇറ്റ് ബി പ്രൈവറ്റ് ഓർ പബ്ലിക്, നമ്മൾ പോയാൽ നമുക്ക് ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അതായത് അവർ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ ആവശ്യം അവർ ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കും. അത് മൊത്തത്തിലൊരു എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും നമുക്ക് ജോലി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്സിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും പബ്ലിക്കിനെ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസിലാണെങ്കിൽ ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും, ജോലി കിട്ടിയതിന് ശേഷം മൈൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു ചിരി മാത്രമേ കാണുള്ളൂ. പക്ഷേ അത് അവർ നമ്മളെ സൊസൈറ്റൽ റീച്ച് അല്ലെങ്കിൽ നമ്മളെ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്കിപ്പോൾ ജോലി കിട്ടി, നമ്മൾ ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ജോലി കിട്ടുമ്പോൾ സ്റ്റാറ്റസ് ഇടുന്നു, അഡ്വൈസിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നു. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, നമ്മുടെ ലൈഫിൽ നല്ലൊരു മോട്ടിവേഷനാണിത്, എങ്ങനെ പഠിച്ചു, എന്ത് ചെയ്തു, എവിടെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റൽ റീച്ചിനുള്ളൊരു എക്സാമ്പിളാണ്. അത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ ഒരു ചെറിയൊരു ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, നമ്മൾ ഇത്ര ഒരു പൊസിഷൻ കൈവരിച്ചു എന്നുള്ളപ്പോൾ അവർ ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു എക്സാമ്പിളാണ് ഇതിൻ്റെ ഒരു. ആസ് എ PSC റാങ്ക് ഹോൾഡർ, PSC വളരെ ആത്മാർത്ഥമായിട്ട് നോക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. മെയിനായിട്ട് നമ്മൾ ആ PSC ജേർണിയിൽ ശ്രദ്ധിക്കേണ്ട 2 സ്ട്രാറ്റജീസ്. അതിലൊന്നാമത്തത്, മിനിമം ഒരു 2 വർഷത്തേക്കെങ്കിലും നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അതായത് ലെഷർ ടൈം പരമാവധി കുറയ്ക്കുക. നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോകുന്നത്, ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, ചെറിയ ഫാമിലി ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയം, ഇതൊക്കെ നമ്മൾ പരമാവധി കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ടൈമും തന്നെ നമ്മൾ PSCക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ടൈമാണ്. ടൈം മാനേജ്മെൻറ്റ് PSCയുടെ ആ ഒരു ജേർണിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു ഡെയിലി മിനിമം ഒരു 10 hours ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ 10 hours പഠിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മെയിൻ എക്സാം ഉണ്ടാവും. അതിനും ഒരു 6 to 8 months ബിഫോർ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിവിഷനാണ് ഒരു സക്സസ് ജേർണിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത്.
സോ ഈ രണ്ട് കാര്യങ്ങൾ ഒരു PSC ആസ്പിറൻ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ടും അത് ശ്രദ്ധിച്ചിരിക്കണം. ഏതൊരു ബിലോ ആവറേജ് ആവട്ടെ ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോലിയിലോട്ട് തീർച്ചയായിട്ടും എത്താൻ പറ്റും. സോ ഈ ഒരു ജേണിയിൽ എൻ്റെ കൂടെ വന്ന ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ഒരുപാട് താങ്ക് യു. എസ്പെഷ്യലി ടാലൻ്റ് എന്ന അക്കാഡമി, അവിടുത്തെ മെൻറ്റേഴ്സ് എല്ലാവർക്കും തന്നെ ഒരുപാട് താങ്ക് യു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേണി വിത്ത് യു ഓൾ.